കേവലം യദുവിന്റെ കേസ് മുതൽ നവീൻ ബാബുവിന്റെ കേസ് വരെ എത്തി നിൽക്കുന്ന മുഴുവൻ കേസുകളും നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഏത് കേസ് എടുത്ത് പരിശോധിച്ചാലും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആർക്കും നീതി കിട്ടിയിട്ടില്ല. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിട്ടുള്ള ആ പുറംചട്ടയുമെല്ലാം സ്വർണമല്ല ചെമ്പാണ് എന്ന് എഴുതി കൊടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ട് അത് മുഴുവൻ കൊള്ളയടിക്കാൻ നേതൃത്വം നൽകിയ ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളെ സംരക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ പൂട്ടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് കർമ്മമാണ് നമ്മൾ ശബരിമലയിൽ നിന്ന് കണ്ടുവരുന്നത്. പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോ പോറ്റി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് പുറത്തു വരും എന്ന്. ഇപ്പോ എൻ വാസു എന്ന കേസിലെ 3-ാം പ്രതി, കേസ് ബൈജു എന്ന് പറയുന്ന 7-ാം പ്രതിയെ പോലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ 3-ാം പ്രതി ആയിട്ടുള്ള എൻ വാസു തൊട്ടിട്ടില്ല. മുൻ ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാലത്താണ് ഈ പറഞ്ഞ വിവാദമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹമാണ് ഈ സ്വർണപ്പാളികൾ ഇതെല്ലാം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോകാൻ പറഞ്ഞത് എന്ന് ബാക്കിയുള്ളവർ മൊഴി കൊടുത്തതായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ SIT കണ്ടെത്തിയതായിട്ട് വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും 7-ാം പ്രതിയെ വരെ അകത്താക്കിയിട്ടും 3-ാം പ്രതി സവിസ്തരം വിലസി നടക്കുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മെച്ചം. അതായത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കണ്ണന്തിരിവൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ, കൊള്ളയടിച്ചു കഴിഞ്ഞാൽ, മോഷ്ടിച്ചു കഴിഞ്ഞാൽ, ഇനി അതല്ലെങ്കിൽ പിടിച്ചു പറിച്ചു കഴിഞ്ഞാൽ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് CPM-കാരനാണ് എന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന്. അല്ലെങ്കിൽ ഇവിടെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് തടസ്സം? അദ്ദേഹം CPM-കാരനായതുകൊണ്ട് മാത്രമല്ലേ? ഇവിടെ സംശയിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. ഇത് എൻ വാസുവാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് എന്ന് SIT കണ്ടെത്തി എന്ന് പറയുമ്പോഴും അതവിടെ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇത് കോടതി വടിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ലാതായി തീരേണ്ട കേസാണ്. നമുക്കറിയാമല്ലോ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കേസുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്. ഈ കേസ് തന്നെ ഈ മുരാരി ബാബു അതുപോലെ പോറ്റി അടക്കമുള്ളവരെ 3-4 പേരെ പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. അവരെയൊക്കെ ഇനിയിപ്പോ കോടതിയിൽ എത്തുമ്പോൾ അറിയാം പോലീസ് ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. കാര്യം അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള മുഖ്യമന്ത്രി തന്നെ, ആഭ്യന്തരമന്ത്രി മൂപ്പരാണല്ലോ. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന അറിയാൻ പറ്റും. നമുക്ക് ഇതിനു മുമ്പുള്ള കേസുകൾ പരിശോധിച്ച് അറിയാം. ഏറ്റവും ചെറിയ കേസിൽ യദുവിന്റെ കേസിൽ യദു മേയർ വിഷയത്തിൽ എങ്ങനെയാണ് അവസാനിച്ചത്? അതെങ്ങനെയാണ് അവസ്ഥ? നമ്മളൊക്കെ കണ്ടതൊക്കെ വെറുതെ ആയില്ലേ? നേർക്ക് നേർ ചാനലിലൂടെയൊക്കെ കണ്ടതും നേരിട്ട് കണ്ടതും എല്ലാം സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നല്ലേ റിപ്പോർട്ട് വരുന്നത്. നമുക്കറിയാം സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എറണാകുളത്ത് വരെ എത്തിയതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അവനെ തിരിച്ചു വിളിച്ചിട്ട് പൂക്കോട് വെച്ചിട്ട് 2-3 ദിവസം ഭക്ഷണം കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ വിവസ്ത്രനാക്കി മർദ്ദിച്ച് കൊന്ന് കെട്ടിതൂക്കിയ ആ കൊലപാതകൾക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ഷഹബാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നതിന് മുമ്പും വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സൈറ്റുകളിലൂടെയും വെല്ലുവിളിച്ചുകൊണ്ട് കൊന്ന കൊലപാതകികൾക്ക് പിന്നെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാമല്ലോ. CPM-ന്റെ സന്തത സഹചാരി ആയിരുന്നു കൂടി, CPM-ന്റെ ഒരു പ്രവർത്തകനായിട്ടുകൂടി, ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടി നവീൻ ബാബു എന്ന ആ സത്യസന്ധനായ ഓഫീസറെ കൊന്നതിന് ശേഷം അതിന്റെ പ്രതികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചിട്ടുണ്ടോ എന്നതും ഇവിടെ തെളിവായി കിടക്കുന്നുണ്ട്. ഇത്രയും വലിയ സംഭവങ്ങൾ ഇവിടെ നടന്നതിന് ശേഷവും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ വാതിൽപ്പാളിയോ ഇനി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പുറഞ്ചട്ടയോ സ്വർണ്ണ ചട്ടയോ ഒന്നും അതൊക്കെ തന്നെ അടിച്ചുകൊണ്ട് പോയിട്ടും അത് എവിടെയെങ്കിലും എത്തുമെന്ന് തോന്നുന്നുണ്ട്, അന്വേഷണം എവിടെയെങ്കിലും എത്തുമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇപ്പോൾ അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കോടതി വടിയെടുത്ത് നിൽക്കുന്നത് കൊണ്ട് അന്വേഷണം നടത്തിയേ പറ്റൂ, അറസ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ അറസ്റ്റ് ചെയ്ത് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ മീഡിയകളെ ശരിയാക്കാൻ വേണ്ടി റിപ്പോർട്ടുകൾ നല്ലവണ്ണം കൊടുക്കും. പക്ഷെ കോടതിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് നവീൻ ബാബുവിന്റെ കേസ് തന്നെ അറിയാലോ. CBI-ലേക്ക് കേസ് പോയി കഴിഞ്ഞാൽ അവിടെ പലരും തൂങ്ങും, നേതാക്കന്മാരിൽ പലരും തൂങ്ങും. കണ്ണൂരുള്ള സഖാക്കന്മാരുടെ സകല അഴിമതികളും അവിടെ നടത്തിയിട്ടുള്ള പല തരികിടകളും ഒക്കെ പുറത്തു വരും എന്ന് കണ്ടപ്പോ അറിയാമല്ലോ ഹൈക്കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. വക്കീലിനെ അവർ പാർട്ടി തന്നെ എടുത്തു. പാർട്ടി വക്കീലായിരുന്നു. അത് ആദ്യം തന്നെ പാർട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് മാറാൻ പറ്റുന്ന രീതിയിൽ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തു. എന്താണോ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് അതിന് വിപരീതമായിട്ട് കേരളത്തിൽ തന്നെ അന്വേഷണം ഒതുക്കിയാൽ മതി എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞുകൊണ്ടൊരു വിധിയും വാങ്ങിക്കഴിഞ്ഞപ്പോൾ, ഒരു ഉത്തരവും വാങ്ങിക്കഴിഞ്ഞപ്പോ
CBIയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന നിലയിലേക്ക് CBIക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആ വക്കീലിനെ വെച്ചത്. പക്ഷെ ആ വക്കീല് തന്നെ പറഞ്ഞു CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് ഈ കൊള്ളയെ നടക്കുന്നത്. അതുകൊണ്ടാണ് N. വാസു എന്ന് പറയുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. കാരണം അവിടെ ആയിരിക്കില്ല സ്റ്റോപ്പ്, അതിന്റെ പിന്നിലും വേറെ സ്റ്റോപ്പുകൾ ഉണ്ടാവും. മറ്റു പലരിലേക്കും ഈ അന്വേഷണം നീണ്ടുപോയാൽ എത്തും. ഇനി പണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത വന്നിരുന്നു. അതെവിടെ എത്തിയെന്ന് അറിയാൻ വയ്യ, നമുക്കറിയാലോ എന്തായി എന്നുള്ളത്. കുറെ ദിവസം മാധ്യമങ്ങൾക്ക് കുറച്ച് വാർത്തയായി എന്നല്ലാതെ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായില്ല. ആ സ്വപ്ന സുരേഷിന് കുറച്ച് വിയർക്കേണ്ടി വന്നു, അതുപോലെ KT ജലീലിന് ഒരു അല്പം പേരുദോഷം കേൾക്കേണ്ടി വന്നു എന്നതിലുപരി ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ? എവിടെ എത്തിയില്ല. എവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇവിടെ പാർട്ടിയാണ് ഇതിന്റെ പിന്നിലെന്ന് തെളിവുണ്ട്. അതുകൊണ്ടാണ് N. വാസുവിനെ സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ കൊള്ള നടത്തിട്ട് ശബരിമലയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്തർ വരുന്ന ശബരിമലയുടെ അവരുടെ ആരാധനാമൂർത്തിയുടെ സർവ്വ സ്വത്തുക്കളും അടിച്ചുകൊണ്ട് പോയിട്ട്, കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് അതിന് നേതൃത്വം കൊടുത്തവരെ തൊടുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? വാസുവിനെ സംരക്ഷിക്കുകയാണ് എന്നാണ്. അല്ലെങ്കിൽ ഈ മാസം ആദ്യം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചായയും കൊടുത്ത് വടയും കൊടുത്ത് പറഞ്ഞു വിട്ട് എന്തിനാ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ ചോദ്യം ചെയ്യലൊന്നുമില്ല, ഉണ്ടാകാൻ സാധ്യതയുമില്ല. പാർട്ടിക്കാർ നല്ല പവറും പത്രാസുമുള്ളവർ അവരാണെന്നുണ്ടെങ്കിൽ ഭരണ സ്വാധീനമുള്ളവർക്ക് ഇവിടെ എന്തും ചെയ്യാം. CPM-കാരാണെങ്കിൽ ഇവിടെ എന്തും ചെയ്യാമെന്നതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് നൽകുന്ന CPM നൽകുന്ന പാഠം എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ 7-ാം പ്രതി അകത്തല്ലേ, S. ബൈജു അകത്താണ്. 3-ാം പ്രതി N. വാസുവിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? OT-യെ പിടിച്ചോണ്ട് പോയില്ലേ? മുരാരി ബാബുവിനെ പിടിച്ചോണ്ട് പോയില്ലേ? മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാറിനെ പൊക്കിക്കൊണ്ടുപോയില്ലേ? എന്തേ N. വാസുവിനെ പൊക്കാത്തത്? ഇത്തിരി കൂടെ മൂക്കണം അതിന് അന്വേഷണ ഏജൻസി ആരായാലും. ഇവിടുത്തെ അന്വേഷണ ഏജൻസി നമ്മുടെ സഖാവിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ്, മാറണം. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ എന്തെങ്കിലും അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് മറ്റൊരു അന്വേഷണ ഏജൻസി വരേണ്ട ഒരു ഗതികേടിലേക്കാണ്. അത് കേവലം യദുവിന്റെ കേസ് മുതൽ നവീൻ ബാബുവിന്റെ കേസ് വരെ എത്തി നിൽക്കുന്ന മുഴുവൻ കേസുകളും നേരത്തെ പരാമർശിച്ചിട്ടുള്ള ഏത് കേസ് എടുത്ത് പരിശോധിച്ചാലും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആർക്കും നീതി കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഇവിടെയും അത് തന്നെ. ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഭക്തർ കൊണ്ടുകൊടുത്ത ആ സ്വർണവും എല്ലാം ഭഗവാന്റെ നിന്ന് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നതിലുപരി അതൊന്നും തിരിച്ചു പിടിക്കാനോ ഈ കൊള്ളക്കാരെ ശിക്ഷിക്കാനോ ഉള്ള വകുപ്പൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. ഇവരൊക്കെ അധികം വൈകാതെ വിചാരണ വേളയിൽ ഊരിപ്പോരും. അതിനുള്ള കാര്യങ്ങൾ സഖാക്കൾ തന്നെ ചെയ്തു കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ചെന്നെത്തും. അവർക്കറിയാം ഇത് ചെന്നെത്തും. അതാണ് N. വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളത്. സത്യത്തിൽ ജനങ്ങൾക്ക് മാതൃകയായി നിൽക്കേണ്ടവരാണ്. സാധാരണക്കാർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അരിവാളും നെൽക്കതിരും പിടിച്ചുകൊണ്ട് ഇറങ്ങിയവരെ, ചുറ്റികയൊക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങിയവരാ. അവരെന്ന് സാധാരണക്കാരനെ മറന്ന് അധ്വാനിക്കുന്നവരെ മറന്നിട്ട് പണച്ചാക്കളുടെ പുറമെ അതിനും തെളിവുണ്ടല്ലോ. നവകേരള സദസ്സ് നടന്നപ്പോ പൗരപ്രമുഖരെ അന്വേഷണമാണ് പോയത്. പാർട്ടി മാറിയത് ഇവിടെ പാവം ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് മറ്റു വിഷയങ്ങളാണ്. ഇവിടെ ഏതായാലും ശബരിമല അയ്യപ്പന് മുതൽ കട്ട കൊള്ളക്കാർക്ക് ഇനിയിപ്പോ സുഖചികിത്സ കിട്ടുമെന്നാണ് N. വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിലൂടെ, കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിലൂടെ, ഒന്നും കണ്ടെത്തിയില്ല എന്ന മട്ടിൽ നിസ്സംഗത പാലിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Different angles. Don't forget to subscribe and support this channel.